ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ഹെൽത്തി ഈസി ചിക്കൻ കറി റെസിപ്പിയാണ്. അപ്പോൾ അതിൽ ആദ്യം എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒരു സവാള വേണം, കറിവേപ്പില വേണം. സവാള ഒരു 2 സവാള. ഞാൻ 750 ഗ്രാം ചിക്കനാണ് എടുക്കുന്നത്, അപ്പോൾ എനിക്കൊരു 2 സവാള വേണം. പക്ഷേ എൻ്റെ കയ്യിൽ 2 സവാള ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒറ്റ സവാള എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്കിത് 2 സവാള എടുക്കാം. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, മുളക്, ഹാഫ് ഇഞ്ചി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു ഒരു വെളുത്തുള്ളി, ദെൻ 2 മുളക്. അപ്പം അത്രയാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ചിക്കൻ 750 ഗ്രാം. അത് ഞാൻ കഴുകി വെച്ചേക്കുന്നത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സവാള വരട്ടാണ് ആദ്യം ചെയ്യേണ്ടത്. നമ്മൾ വാരി വലിച്ച് ഓയിൽ ഒഴിക്കാണ്ടിരിക്കുക. ആവശ്യത്തിന് വളരെ കുറച്ച് ഓയിൽ മാത്രം ഉപയോഗിക്കുക. അപ്പം ഞാൻ ഇവിടെ ഒരു 1 ടീസ്പൂൺ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നമ്മൾ ഗ്യാസ് ഓണാക്കി നമ്മുടെ പാത്രം ചൂടാക്കാൻ വെച്ചു. അപ്പോൾ ചൂടായി വരുന്നുണ്ട്. അപ്പം ഞാൻ 1 ടീസ്പൂൺ ഓയിലാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ 1 ടീസ്പൂൺ ഓയിൽ ഞാനിങ്ങനെ ഒഴിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഓയിൽ സ്പ്രേ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, അതാവും കുറച്ചുകൂടെ നല്ലത്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് എല്ലായിടത്തും ഒന്ന് പറ്റിപ്പിക്കും. ഓക്കെ, ചൂടാവട്ടെ. സവാള, കറിവേപ്പില, ജിഞ്ചർ ഗാർലിക്ക്, മുളക്, ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് ഇട്ട് മിക്സ് ചെയ്യാം. ഞാൻ വലിയ ആഡംബരമായിട്ടൊന്നും അല്ല ഉണ്ടാക്കുന്നത്, നമുക്കൊരു ഹെൽത്തി ആയിട്ട് അല്ല ഈസി ആയിട്ട് ഒരു ചിക്കൻ കറിയാണ്. എന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇതിലോട്ടിടാം. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. എന്നിട്ട് വേഗം വരണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കിതൊന്ന് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം. ഇത് മിക്സ് ചെയ്യുമ്പോൾ കാരണം എക്സ്ട്രാ പ്രോസസ്സ് ഒന്നും വേണ്ടല്ലോ, പെട്ടെന്ന് നമുക്കൊന്ന് ഉണ്ടാക്കാം. ഒന്ന് ഞാൻ അരിഞ്ഞ് വെച്ചാൽ ചെറുതായിട്ട് അരിയാം. എന്നിട്ടൊന്നിപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കതിലോട്ട് ഇതിടാം. നമുക്ക് അതൊന്ന് ഇറക്കി കൊടുക്കാം. ഇതൊന്ന് വരണ്ട് വരുന്നോടം വരെ നമുക്ക് ഇറക്കി കൊടുക്കാം. അധികം ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവേണ്ട. നമുക്കൊന്ന് ഒന്നൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്യാം. സവാളയൊക്കെ അരിയുമ്പോൾ കുറച്ച് കുഞ്ഞായിട്ട് അരിയാൻ ശ്രദ്ധിക്കാം. അപ്പോൾ അധികം നേരം നമുക്ക് ഇവിടെ ഇളക്കേണ്ട ആവശ്യം ഇല്ല. ചെറുതായിട്ട് അരിയുക. പിന്നെ നമുക്ക് കറിവേപ്പിലേക്ക് നമുക്ക് ഓപ്ഷനിലാണ്, ഇല്ലെങ്കിൽ വേണ്ട, കുഴപ്പമില്ല. ഇതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറി ഒന്ന് വാടി വരും. നമ്മൾ എത്ര സവാള ഇട്ടാലും ലാസ്റ്റ് വാടി വരുമ്പോൾ വളരെ കുറച്ചുണ്ടാവുള്ളൂ. സവാള കൂടുന്നതിനനുസരിച്ചിട്ട് ചിക്കൻ കറിയുടെ ടേസ്റ്റും വ്യത്യാസം വരും, കൂടും, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു സ്വീറ്റ്നെസ് വരും കൂടുതൽ സവാള ഇടുമ്പോൾ. നമ്മൾ എന്ത് ഫുഡും ഹെൽത്തി ആവുന്നത് നമ്മൾ അതിൽ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് വെച്ചിട്ടായിരിക്കും. ഇപ്പം നമുക്ക് എന്തും ഹെൽത്തി ആയിട്ട് കഴിക്കാം. ഇപ്പം അതിൻ്റെ നമ്മൾ ചേർക്കുന്ന എന്തൊക്കെയാണെന്നുള്ള ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ വി ക്യാൻ ഈറ്റ് എവരിത്തിങ് ആസ് ഹെൽത്തി, അല്ലേ? ചൂടായി വരട്ടെ. അതുപോലെ തന്നെയാണ് നമ്മൾ പ്ലേറ്റ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പം ഒരു പ്ലേറ്റ് അറേഞ്ച് ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ വേണം?
കാർബ്സ് വേണം, ഫൈബർ വേണം, പ്രോട്ടീൻ ഇമ്പോർട്ടൻറ്റ്. പിന്നെ എന്താ വേണ്ടത്, പ്രൊബയോട്ടിക് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. ഇതെല്ലാം ചെയ്തിട്ട് ഒരു ബാലൻസ്ഡ് മീലായിരിക്കണം നമ്മൾ എപ്പോഴും കഴിക്കാൻ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ എപ്പോഴും കഴിക്കുന്ന പോലെ ഒരുപാട് ചോറ് എടുക്കാണ്ട് ആവശ്യത്തിന്. ആദ്യമൊക്കെ നിങ്ങൾ അളന്ന് കഴിക്കുക, നിങ്ങളുടെ ഡയറ്റ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് കുറച്ച് ചോറ്, ഒരു പിടി ചോറ് എടുക്കുക. പിന്നെ വെജിറ്റബിൾസ് നല്ലോണം ആഡ് ചെയ്യുക. പിന്നെ പ്രോട്ടീൻ ഇമ്പോർട്ടൻ്റ് ആണ്, ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ വേണം നമ്മൾ കഴിക്കാം. തൈര് ആഡ് ചെയ്യുന്നത് നല്ലതാണ് നമ്മുടെ ഗട്ടിന്. അപ്പോൾ ഇതെല്ലാം കൂട്ടി നല്ല ക്ലീൻ ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ വയറും ഹാപ്പി ആയിരിക്കും, നിങ്ങളുടെ മൈൻഡും ഹാപ്പി ആയിരിക്കും. സിമ്പിൾ. ഇതാവട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു കാര്യം പറയാൻ മറന്നുപോയി, നിങ്ങൾ തീ ലോ ആയിട്ട് അല്ലെങ്കിൽ മീഡിയമിൽ ഇട്ടിട്ട് വേണം സവാള ഒന്ന് വരട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കത്തിപ്പിടിക്കും. കാരണം നമ്മൾ വളരെ കുറച്ച് ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കുറച്ചിട്ടൊക്കെ വേണം നമ്മൾ കുക്ക് ചെയ്യാൻ. ഇതിപ്പോൾ ഒന്നായിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കാം. നമുക്ക് കുറച്ച് വേണം. ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ടില്ല, സോ അതിനോട് വേണ്ടിയിട്ടുള്ള കുറച്ച് കൂടുതൽ മഞ്ഞൾപ്പൊടിയാണ് ഇതിനോട് ചേർക്കുന്നത്. അത് കുറച്ച് അത്യാവശ്യം ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി മതി കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി. ദെൻ വാട്ട് ഈസ് ദിസ്? ചിക്കൻ മസാല. ചിക്കൻ മസാല നമുക്ക് അത്യാവശ്യം വേണം. ഇപ്പം നമുക്കിടാം. ഇത് 2 സ്പൂൺ നിങ്ങൾ ഇട്ടോ. 2 സ്പൂൺ 3 സ്പൂൺ ഇതിനനുസരിച്ച് നമുക്ക് ഇടാം കേട്ടോ. അത് ചിക്കൻ മസാല തീർന്നു പോയി. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടി. എൻ്റെ ഇരിക്കുന്നത് കാശ്മീരിയാണ്. കാശ്മീരിക്ക് അധികം എരിവുണ്ടാവില്ല, കളർ കൂടും. പക്ഷെ നിങ്ങൾക്ക് എരിവനുസരിച്ചിട്ടുള്ള മുളക് പൊടി ഇടുക. 1 സ്പൂൺ മതിയാവും. പിന്നെ കൊറിയാണ്ടർ പൗഡർ, മല്ലിപ്പൊടി. ഓക്കെ, അത് അത്യാവശ്യം മുളക് പൊടിക്കൊപ്പം തന്നെ 1 സ്പൂൺ ഇടുക. എന്നിട്ട് ഇത് നല്ലോണം ഇളക്കുക. ഇതിൻ്റെ ആ പച്ച മണം മാറുന്ന വരെ ഇളക്കണം. ഒരു മിനിറ്റ് ഒന്ന് ഇളക്കാൻ മതി. കുറച്ചൊന്ന് തീ കൂട്ടി വെച്ചിട്ട് ഇളക്കാം. അതിൻ്റെ പച്ചമണം മാറിയിട്ടൊരു മണം വരും. അപ്പം നമുക്ക് അതറിയാം. വളരെ സിമ്പിളാണ്. ഇങ്ങനെ ഇളക്കി നമുക്കിതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ കഴുകി വെച്ചേക്കുന്ന ചിക്കൻ ഇടാം. ചിക്കൻ ഇട്ടിട്ട് ഒരു മിനിറ്റെങ്കിലും നിങ്ങളത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കണം. എങ്കിലേ ചിക്കനിൽ എല്ലായിടത്തും പിടിക്കത്തുള്ളൂ. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തും ആവുന്ന പോലെ ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മൾ ചിക്കൻ ചേർത്തപ്പോൾ നമ്മൾ വീണ്ടും ഉപ്പിടണം. നമ്മൾ ആദ്യം സവാളയ്ക്ക് വേണ്ടി മാത്രമേ ഉപ്പിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ചിക്കന് വേണ്ടിയിട്ടുള്ള ഉപ്പ് നമ്മൾ വേണം. പക്ഷെ അധികം ഉപ്പ് നമ്മൾ ഇങ്ങനെ വാരിച്ചിടാം. അധികം ഒന്നും ആവില്ല. 1 സ്പൂൺ 1/2 സ്പൂൺ ഉപ്പ്
നിങ്ങൾ ഉപ്പ് നോക്കി നോക്കി ഇടണം കേട്ടോ. എന്നിട്ട് നമുക്കതെല്ലാം കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഒരു കുക്കിംഗ് വീഡിയോ പുറയുന്ന കാണുന്നത്. നമുക്ക് ഒരുപാട് സമയം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ചിക്കൻ ഇങ്ങനെ ഇളക്കി ഇളക്കി വെള്ളം ഒഴിക്കാണ്ട് തന്നെ വേവിക്കാം. അപ്പോൾ ചിക്കൻ്റെ അകത്തുള്ള വെള്ളം ഇതിൻ്റെ അകത്തോട്ട് ഇറങ്ങിയിട്ട് ആവശ്യത്തിന് ഗ്രേവി ആവും. പിന്നെ എക്സ്ട്രാ കുറച്ച് വെള്ളം അവസാനം ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ നമുക്കിപ്പോൾ ടൈം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് വേണം ഉണ്ടാക്കേണ്ടത് കൊണ്ട് നമുക്ക് ഇനി ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ടൊന്ന് തിളപ്പിക്കാം. അതിൽ കുറച്ച് വെള്ളം നമുക്ക് വെള്ളം ഒഴിക്കാം. അപ്പം നമ്മൾ തീ കൂട്ടി വയ്ക്കണം. വെള്ളം തിളയ്ക്കുന്നത് വരെ തീ കൂട്ടി വയ്ക്കണം. ഇവിടെ ഈ ചിക്കൻ പൊങ്ങി നിൽക്കാവുന്നിടത്തോളം വെള്ളം ഒഴിച്ചു എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കും. തീ ഫുള്ളായിട്ടുണ്ടേ. ഉപ്പ് ഉണ്ടോ നോക്കുക. ഇപ്പം കുറച്ചുകൂടെ ഉപ്പ് കുറവുണ്ട്. അപ്പം കുറച്ചുകൂടെ ഉപ്പിടാം. ചിലപ്പോൾ നിങ്ങൾ ഓർക്കുമായിരിക്കും എനിക്കിവിടെ ചിക്കൻ കറി കാണാത്തത് കൊണ്ട് ഇത് ചിക്കൻ ഉണ്ടോ എന്ന്. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ചിക്കൻ കറി വെള്ളം ഒഴിച്ചിട്ട് തിളയ്ക്കാൻ വെച്ചേക്കുക. തിള വരുമ്പോൾ വേണം നമ്മൾ തീ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മൂടി വയ്ക്കാം. ഓക്കെ, ഇപ്പോൾ കണ്ടോ ചെറുതായിട്ട് തിള വരുന്നുണ്ട്. കണ്ടില്ലേ? അടച്ച് എൻ്റെ കയ്യിൽ വലിയ മൂടി ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു വലിയ പാത്രമാണ് യൂസ് ചെയ്യുന്നത്. അടച്ച് വയ്ക്കാം. എന്നിട്ട് തീ കുറച്ച് ഒരു മീഡിയത്തിലിടാം. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ പരിപാടി. ഇനി അത് വെന്താൽ മതി. വെന്ത് കഴിഞ്ഞാൽ കറി റെഡി. അപ്പോൾ നമ്മൾ അടച്ചു വെച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി ചിക്കൻ കറിയുടെ പ്രോസസ്സ്. ഇനി അത് വെന്ത് വന്നാൽ മാത്രം മതി. ഇടയ്ക്കൊന്ന് നമ്മൾ തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം, കത്തിപ്പിടിക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വെച്ചിട്ടൊരു 5 മിനിറ്റായി. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം തന്നെ പകുതി വേവായി. ഇനി ഒരു 5-10 മിനിറ്റോടെ കഴിയുമ്പോഴത്തേക്കും റെഡിയായി. സീരിയസ്ലി നൈസായിട്ടുണ്ട്. അപ്പം ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഒരു ബാലൻസ്ഡ് മീല് വേണമെങ്കിൽ കാർബ്സ് വേണം, പ്രോട്ടീൻ വേണം, ഫൈബർ വേണം എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പം എൻ്റെ ഇന്നത്തെ മീലിൽ ഞാൻ കാർബ്സ് റെഡി ആയിട്ടുണ്ട്, ചോറ് റെഡി ആയിട്ടുണ്ട്, നമ്മുടെ പ്രോട്ടീൻ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമുക്ക് ഫൈബർ വേണ്ടേ? ഫൈബറിന് നമുക്കൊരു ക്യാബേജ് ഉണ്ട്. അപ്പം നമുക്ക് ക്യാബേജ് തോരനൊക്കെ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് ടൈം ഇല്ലെങ്കിൽ നമുക്കൊന്നാമത് മടിയായിരിക്കുമല്ലോ. അപ്പം നമുക്ക് അല്ല, മടിയില്ലാത്തവരാരും എൻ്റെ വീഡിയോ കാണില്ലായിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ക്യാബേജ് ഉണ്ട്. ഞാൻ കഴുകിയിട്ട് എടുത്ത് വെച്ചതാണ്. അപ്പം നമുക്ക് ക്യാബേജ് പാത്രം എടുക്കാം. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, കുറച്ചൊന്ന് താത്തി വയ്ക്കാവേ. ഓക്കെ, നമുക്ക് ക്യാബേജ് ഒന്ന്
ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞെടുക്കാം. ദിസ് ഇസ് ഫോർ സാലഡ്. ഇത് വേവിക്കാൻ വേണ്ടിയിട്ടാണ്. ശരി, എങ്ങനെ എനിക്ക് പറയേണ്ടതെന്ന് അറിഞ്ഞൂടാ. ഒരു കഷ്ണം ക്യാബേജ് എടുത്തിട്ട് ബാക്കി നമുക്ക് എടുത്ത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഓക്കെ, ഞാൻ എപ്പോഴും ക്യാബേജ് ഇങ്ങനെ എടുക്കുമ്പോൾ അതിൻ്റെ മേളിലുള്ളത് എപ്പോഴും കളയാറുണ്ട്. നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് സോ സിമ്പിൾ ആക്ച്വലി. എന്നിട്ട് ഇതിൽ വലിയ കഷ്ടത്തിൻ്റെ ഒന്നും നോക്കണ്ട. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണാൻ പറ്റുന്നില്ല അല്ലേ? ഇപ്പം കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെറിയ ഇതായിട്ടൊന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കുക. അധികം സമയം എടുക്കില്ല, പകരം നമുക്ക് ആവശ്യമുള്ള ഫൈബർ കിട്ടുകയും ചെയ്യും. ശരിക്കും ഇതൊന്നും പോരാ കേട്ടോ ഫൈബർ. ഐ മീൻ നമ്മുടെ മീല് ബാലൻസ്ഡ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഫൈബർ വേണ്ടേ. ഇതിങ്ങനെ അരിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാത്രത്തിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് ഇത് വെന്ത് വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നാരങ്ങ കുറച്ച് ഒന്ന് നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. വേണമെങ്കിൽ പെപ്പർ ചേർക്കാം, നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ. കണ്ടോ, ഇത് നമ്മളിങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാനിവിടെ അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മുടെ ക്യാബേജ് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതാവുമ്പോൾ എന്താ, ഓയിലൊന്നുമില്ല, വേറെ ഒന്നുമില്ല. ജസ്റ്റ് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് വേവിക്കണം. ഹെൽത്തിയാണ്. ഓക്കെ, നമുക്ക് കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. അധികം ഉപ്പ് വേണ്ട, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം, ഒരു കുറച്ച് അധികം പൊങ്ങി കിടക്കൊന്നും വേണ്ട, ഒരു തുള്ളി വെള്ളം, ഒരു കാൽ വെള്ളം. സിമ്പിളാണ്, ഇത്രേ ഉള്ളൂ പരിപാടി. ഇനി അടച്ചു വെക്കൊന്നും വേണ്ട. ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇടയ്ക്ക് ഇളക്കി വെക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ അതും റെഡി. നമ്മുടെ ചിക്കൻ കറി ഏകദേശം വെന്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. കണ്ടോ, ഞാൻ എണ്ണ കുറച്ചല്ലേ ഒഴിച്ചുള്ളൂ, എന്നിട്ടും കണ്ടോ എത്ര മേളിൽ കണ്ട എണ്ണ. അതായത് ചിക്കൻ്റെ അകത്തുള്ള എണ്ണയാണത്, ചിക്കൻ്റെ അകത്തുള്ള കൊഴുപ്പാണത്. ഇളക്കി കൊടുക്കാം. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും അല്ലേ? അപ്പോൾ അതിൽ ഒരുപാട് അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും കോൺഷ്യസ് ആവേണ്ട കാര്യമില്ലല്ലോ. അവരുടെ മെയിൻ ഉദ്ദേശം എന്താ, ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് വിളമ്പുക എന്നല്ലേ ഉള്ളൂ. അപ്പം നമ്മളവിടെ ചെല്ലുന്നു, വാവ് എന്ത് ടേസ്റ്റാന്ന് പറഞ്ഞിട്ട് ഫുഡ് കഴിക്കുന്നു. പക്ഷെ നമ്മളെന്താ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ടേസ്റ്റിലല്ല കാര്യം,
അപ്പം നമുക്ക് സെയിം വീട്ടിൽ വന്നിട്ട് കുറച്ച് അധികം എണ്ണയൊക്കെ ഒഴിച്ച് സവാളയൊക്കെ വരട്ടി നമുക്ക് അതുപോലെ തന്നെ ടേസ്റ്റിയുള്ള ഫുഡ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ വാട്ട് മാറ്റേഴ്സ് ഈസ് നമ്മൾ ഫുഡ് ഹെൽത്തി ആയിട്ട് കഴിക്കുക എന്നാണ് അല്ലേ. അപ്പം അത് വൺസ് ഇൻ എ വൈൽ നമ്മൾ ഇതുപോലെ പുറത്തൊക്കെ പോയി ഫുഡ് കഴിക്കുന്നത് ഒരു പ്രശ്നമില്ല. പക്ഷെ നമ്മൾ ഡെയിലി പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിക്കാതിരിക്കുക. മാക്സിമം വീട്ടിൽ തന്നെ കുക്ക് ചെയ്യാൻ നോക്കുക. വീട്ടിൽ കുക്ക് ചെയ്താലും എണ്ണ അതൊക്കെ എത്ര അധികം ഒഴിക്കണമെന്ന് നോക്കിയിട്ട് വേണം കുക്ക് ചെയ്യാൻ. അപ്പം നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പം ടേസ്റ്റോടുകൂടെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള കറി കഴിക്കാൻ പറ്റും. നമ്മുടെ ക്യാബേജ് സാലഡ് ഈസ് ഓൾമോസ്റ്റ് റെഡിയായി. അധികം ഒരുപാടങ്ങ് വേവണ്ട, അതിന് പച്ച ചൊവയൊക്കെ ഒന്ന് മാറി. അപ്പം ഇന്ന് നമ്മൾ ചെയ്തത് ഈസി ഹെൽത്തി ചിക്കൻ റെസിപ്പിയാണ്. അതുപോലെ there are so many recipes are coming. If you want more such videos, please subscribe to my channel, and if you have any suggestions, please do comment below, and see you in my next video.